ഇത്രയും ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്ത ഒരാൾ എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു, കോളേജ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ പഠിക്കുന്ന സമയത്തും ഇതിന് പൈസ എന്ന് പറയുന്നത്, ഫീസ് എന്ന് പറയുന്നത് അന്ന് തന്നെ ഏകദേശം ഒരു 35 to 40 ഒക്കെ ആയിരുന്നു. ഒരു 2012-13 ആ ഒരു കാലഘട്ടത്തിൽ. അതും ഓരോ അക്കാഡമീസിലും ഡിഫർ ചെയ്യും. ഇപ്പോഴൊക്കെ ആകുമ്പോഴേക്കും അത് 2 lakhs ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് പല അക്കാഡമീസിലും. ഓക്കെ, എന്നാലും ഓൺ ആൻ ആവറേജ് ഒരു 1 lakh ഒക്കെ വരും. ഈ 1 lakh ഇന്നും ഒരുപാട് ആളുകൾക്ക് അച്ചീവബിൾ അല്ല. ലോൺ എടുത്ത് പഠിപ്പിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഞാൻ ഒത്തിരി ഇൻട്രാക്ഷൻസ് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഈ സ്റ്റുഡൻസുമായിട്ടും അതേപോലെ സ്റ്റുഡൻസിൻ്റെ പേരൻസുമായിട്ടും. സാർ, എങ്ങനെയാണ് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, ഇതെങ്ങനെ ഞങ്ങൾ വിടും, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിഷ്ടമാണ് ഇത് പഠിപ്പിക്കാനായിട്ട്. ഞാൻ ഒരുപാട് നാൾ ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ, പഠിപ്പിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ, സിവിൽ സർവീസ് പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതിനെ അഫോർഡബിൾ ആക്കി കൂടാ. ഞാൻ ഒരുപാട് സിവിൽ സർവീസ് അക്കാഡമീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ. ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഇതിനെ എല്ലാവർക്കും അഫോർഡബിൾ ആക്കാൻ പറ്റണം. അതായത് സിവിൽ സർവീസിന് പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും നമ്മളുടെ കാശെന്ന് പറയുന്ന ഒരു വിഷയമാകരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 12,000 നമ്മളിത് കൊടുക്കുന്നത്. ഒരു വർഷത്തെ കോഴ്സ് 12,000 കൊടുക്കുന്നത്.